ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിതേ നാട്ടിലെത്തിയിട്ട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ പറമ്പിലേക്കാണ്. അപ്പോൾ അവിടെ അപ്പച്ചനും അമ്മയും കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. പയറ്, കൂർക്ക, കൊള്ളി, അങ്ങനെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കൃഷികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പയർ കൃഷി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പയറിന് മണ്ണിടാനും വളമിടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറ്റിപ്പയറാണ്. പിന്നെ അപ്പുറത്ത് വള്ളിപ്പയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. വള്ളിപ്പയറിനെ മീറ്റർ പയറെന്നും പറയും. അപ്പോൾ അപ്പച്ചനും അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവർ സ്ഥിരമായിട്ട് കൃഷിപ്പണി ചെയ്യുന്നവരോ കർഷകരോ ഒന്നുമല്ല. അവരുടെ ജോലിക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലും സമയം കുറച്ച് ഉണ്ടാക്കിയും അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെയാണ് ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത്. അപ്പോൾ അതിനൊരു വലിയ കാര്യമാണ്. കാരണം നല്ല എഫേർട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അപ്പച്ചനമ്മയ്ക്ക് അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ മാക്സിമം കിട്ടുന്ന സമയങ്ങളൊക്കെ ഇതിനു വേണ്ടി ചെയ്തിട്ടാണ് അവർ ഇത്തരം കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പറമ്പും മരങ്ങളും ചെടികളും കൃഷികളൊക്കെ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുക്കുന്നത് തന്നെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ അപ്പച്ചനും അമ്മയും ഒരുപാട് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂർക്കയും പയറും കൊള്ളിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല രീതിയിൽ അവർക്ക് ചെയ്യാനായിട്ട് പറ്റി. നല്ല രീതിയിൽ പയറും കൂർക്കയൊക്കെ കിട്ടുകയും ചെയ്തു. ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനൊക്കെ പറ്റിയിട്ടോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഖത്തറിലായതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും കാണാനോ കഴിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്തവണ ഞങ്ങൾ വരുന്നത് അറിഞ്ഞിട്ട് അപ്പച്ചനും അമ്മയും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ പയർ ഞങ്ങൾക്ക് വിളവെടുത്ത് കാണണമെന്നും കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് അപ്പച്ചനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അത് തരണം എന്നുള്ള ആഗ്രഹത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അപ്പച്ചനമ്മയുടെ കൂടെ ഞങ്ങൾക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളും കൂടെ കൂടിയിട്ട് കേട്ടോ. അപ്പോൾ സ്വത്ത് അപ്പച്ചൻ്റെ കൂടെ നിന്നിട്ട് മണ്ണിടാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചൻ അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ജോക്കുനും മാൾട്ടിക്ക് ഇഷ്ടം പോലെ ഓടി കളിക്കാനുള്ള സ്ഥലമായി. അവർക്ക് പയറിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിൽ കൂടെ കളിയായിട്ട് അവരത് കൂട്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ അവരവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സംശയങ്ങളാട്ടോ ജോക്കുന് ഓരോ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ അപ്പച്ചനും അമ്മയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞും നല്ല രീതിയിൽ സന്തോഷമായിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെയായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇന്ന് മഴയൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മഴക്കാരുണ്ട് ചെറിയ രീതിയിൽ. പയറിനിടുന്ന വളമാണ് കേട്ടോ അമ്മയുടെ കയ്യിലെ ചിരട്ടയ്ക്കകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അമ്മ ഓരോ പയറിൻ്റെ കടയര സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുത്തു പോകും. പിന്നാലെ അപ്പച്ചൻ അതിന് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുവരാനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അപ്പച്ചൻ്റെ അമ്മേനും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ജോക്കൂനാണെങ്കിൽ കുറേ നേരത്തെ ഓടിക്കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പച്ചനും സ്വത്തും അമ്മയും എല്ലാവരും ജോലി ചെയ്യണുണ്ട്. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം, അവനുള്ള ജോലി തായോ എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പച്ചൻ അവന് അവിടെ കുറച്ച് ഒരു ഏരിയയിൽ പുല്ല് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കുറച്ച് ആ ഏരിയയിൽ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കുന്ന പറഞ്ഞിട്ട് പണി കൊടുത്തു കേട്ടോ. അപ്പോൾ ദേ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇനി പുല്ല് പറിക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇതേ കുറച്ച് നേരം പുല്ല് പറിക്കണം കേട്ടോ. കുറച്ച് നേരം പുല്ല് പറിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മതിയായി. കാരണം കൈയൊക്കെ ചെറിയ രീതിയിലൊക്കെ ചൊറിഞ്ഞും അങ്ങനെയൊക്കെ. പിന്നെ ഈ പുല്ല് പറിച്ചെടുത്ത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നത് ജോക്കുനും മാൾട്ടി ഒരു കളിയായിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. ആരുടെ പുല്ല് പറിക്കണതിൻ്റെ അടിഭാഗത്താണ് കൂടുതൽ മണ്ണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പുല്ല് പറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലായാലും അതുപോലെ തന്നെ വീട്ടിലായാലും പുല്ല് പറിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണമായൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ജോക്കും മാളൂട്ടി ആദ്യമായിട്ടാണ് ഈ പുല്ല് പറിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരും ഞങ്ങളെപ്പോലെ തന്നെ മണ്ണിനെയും മരങ്ങളെയും ചെടികളെയൊക്കെ അറിഞ്ഞ് വളരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. അപ്പോൾ ജോക്കുതേ കാണിച്ചു തരുന്നത് കേട്ടോ ഞങ്ങൾ വള്ളിപ്പയറിന് പന്തലിട്ട് കൊടുത്തത്. ഞങ്ങൾ നാട്ടിലെത്തിയതിൻ്റെ അന്ന് തന്നെ ഉച്ചതിരിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ടാട്ടോ ഈ പയറിന് ഈ രീതിയിൽ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. അതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോഴേക്കും പയർ കുറച്ച് വളർന്ന് അതിൻ്റെ വള്ളികളൊക്കെ കയറുമോടെ ചുറ്റിപ്പിണഞ്ഞ് എടുക്കുന്നത് കണ്ട. അപ്പോൾ ജോക്കൂനും മാൾട്ടിക്കും ഭയങ്കര അത്ഭുതമായിട്ടോ. അപ്പോൾ അതാണ് എന്നെ വിളിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജോക്കും മാൾട്ടിയൊക്കെ ഇത്തരം കാര്യങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് അവർ ഈ കാണിച്ചു തരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇതൊരു പ്ലാവ് ഉണ്ട്, അതുമ്പോൾ ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് പണികളും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്ത് അപ്പച്ചൻ അതുമ്മ കയറിയിട്ട് ചക്ക ഇടാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത ചക്കയാണ്. അപ്പോൾ അതേ
2 ചക്കയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം വീണ അപ്പോൾ അതിങ്ങനെ പൊട്ടിയ ഭാഗം. അപ്പോൾ ഇതായിട്ട് നമ്മുടെ ചക്ക നല്ല സൂപ്പർ ചക്കയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അങ്ങനെ അവിടെ ഖത്തറിൽ അങ്ങനെ കഴിക്കാൻ ഒന്നും ഇവിടുത്തെ പോലെ കിട്ടില്ലല്ലോ. അപ്പോൾ അതേ ആ ചക്കയൊക്കെ കൊണ്ട് നമ്മളിനിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നാട്ടിലെയും വീട്ടിലെയും പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.